ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കൃഷി രീതിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ബോഡിയിൽ നമുക്ക് പയർ കൃഷി ചെയ്യാം. ഇതിൻ്റെ ഒപ്പം നമ്മൾ വേറൊരു തൈ കൂടി പിടിപ്പിക്കുന്നുണ്ട്. കണ്ട ഇതേപോലുള്ള ഫ്രിഡ്ജ് നമുക്ക് ഇതേപോലെ ആക്കിയിടണം. എന്നിട്ട് അത് ഈ ആക്രിക്കാരൊക്കെ ആക്കിത്തരും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഈ ബോഡിക്ക് ഇങ്ങനെ ഓട്ടിട്ട് കൊടുക്കണം. ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ നമുക്കിങ്ങനെ ഹോൾസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വെള്ളം കെട്ടിക്കിടക്കില്ല. ഇനി ഇതുപോലെ ഹോളില്ലാത്ത ഇതേപോലത്തെ ഫ്രിഡ്ജിൻ്റെ ഡോറാണെങ്കിൽ ബോക്സ് ആണെങ്കിൽ നമുക്കിതിൽ മീനിനെ വളർത്താൻ പറ്റും. അപ്പോൾ നമ്മളിന്നിതിൽ പയർ നടാനാണ് പോകുന്നത്. പിന്നെ കപ്പയുടെ കമ്പ് നടാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ടെറസിൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഇഷ്ടികയൊക്കെ വെച്ചിട്ട് ഇത് പൊക്കി വെക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ അടിയിൽ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പൊക്കി വെച്ചിട്ട് വേണം ഇത് വെക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ നടക്കാൻ പോകുന്നത് ചകിരിയാണ്. മുന്നേ ഇതിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കിയതാണ്. അതാണ് ഇതിൽ ഫുള്ളും ഇങ്ങനെ കമ്പോസ്റ്റിൻ്റെ വേസ്റ്റ് എടുക്കുന്നത്. കറുത്ത നല്ല കരിയില കമ്പോസ്റ്റ് ഇട്ട്. അപ്പോൾ അടിയിൽ ബേസായിട്ട് ഞാനിവിടെ പിന്നെ ചകിരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചകിരിയെല്ലാം ഞാനെടുത്ത് മാറ്റി. ഇനി പുതുതായിട്ടാണ് കരിയിലയും കരിയിലയും പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് അങ്ങനെ എല്ലാം നിറച്ചിട്ട് രണ്ടാമത് ഇത് ഫുള്ള് ഫില്ല് ചെയ്ത് ഇതിലാണ് നമ്മൾ പച്ചക്കറി നടാൻ പോകുന്നത്, പയർ നടാൻ പോകും. നമുക്ക് ആദ്യം ഇതിലേക്ക് ചിരട്ട ചകിരി ഒക്കെ ഇടാം. അപ്പോൾ ഇത് ഈ ചാക്ക് നിറയെ നമുക്ക് ചിരട്ടയും വീട്ടിലിട്ട് ചിരട്ടയും ചകിരിയൊക്കെ ഉണ്ട്. നമുക്ക് ചകിരിയൊക്കെ ഉണ്ടെങ്കിൽ നിറച്ചും ഇതിൽ കൊടുന്നിടാം. അതുപോലത്തെ ചിരട്ട അടിയിലിട്ട് കൊടുക്കാം. ചകിരി ഉണ്ടെങ്കിൽ ചകിരി ഇട്ട് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ ആവശ്യമില്ലാത്ത ചിരട്ടകൾ ഇതിനൊക്കെ ഇപ്പോൾ നല്ല വിലയാണ്. ആക്രിക്കാർക്കൊക്കെ കൊടുത്താൽ നല്ല വില കിട്ടും. പക്ഷെ നമുക്ക് ഇപ്പോൾ ഇത് അത്യാവശ്യം ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ അവർക്കൊന്നും കൊടുക്കാത്തത് കേട്ടോ. ഇപ്പം ഇതിൻ്റെ അടിയിൽ ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തില്ലതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ഇട്ട് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹോളിലേക്ക് ഈ മണ്ണൊന്നും കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ ഹോൾ അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ പഴയ ഇതൊക്കെ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, ചിരട്ട ഇങ്ങനെ ഇരിക്കുന്നത് ഉണ്ടെങ്കിൽ ഇങ്ങനെ വെക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ഗുണം കിട്ടുള്ളൂ. കമിഴ്ത്തി വെക്കണം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് മാക്സിമം കരിയില അതുപോലെ തന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ ഇട്ട് നിറക്കാം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇവിടെ കരിയില ഉണ്ട്. കരിയില ഞാൻ കമ്പോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ആ ചാക്ക് ഞാൻ അതിലേക്ക് കൊട്ടാൻ പോവാണ്. നമ്മളിവിടെ ചാക്കൊക്കെ ജീർണിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്കിത് കമ്പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കൊട്ടി നമുക്കിത് പരത്തിയിടണം. ഇതിലെന്താണെന്ന് വെച്ചാൽ ഈ കമ്പോസ്റ്റിൽ ഞാൻ ചക്കയുടെ വേസ്റ്റും അതുപോലെ നമ്മുടെ മാവിൻ്റെ മുകളിൽ നിന്ന് എടുക്കുന്ന ഇത്തിൽക്കണ്ണി ഉണ്ടായിരുന്നില്ലേ, ഇത്തിൽക്കണ്ണിയുടെ ഒക്കെ വേസ്റ്റൊക്കെ കൂടിയിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഏകദേശമൊക്കെ ജീർണിച്ച് ഇങ്ങനെ കമ്പോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അതിൽ നിറച്ച് ഇനി നമുക്ക് പച്ചക്കറിയുടെ കുറേ വേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു ചാക്ക് ചവറ് കൂടി ഉണ്ട്, അതുകൂടി കൊണ്ടുവന്നിടാം. 2 ചാക്കിൽ നിറയെ പഴക്കൊലയുടെ വേസ്റ്റും പച്ചക്കറിയുടെ വേസ്റ്റും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇടാനുള്ളത് നല്ല ഒറിജിനൽ പച്ചക്കറിയുടെ വേസ്റ്റ് ചാക്കിലൊക്കെ ഇങ്ങനെ കൂട്ടി കൊടുന്ന് വെച്ചതാണ്. കണ്ട നോക്കിയേ, ഇതിലൊക്കെ നിറച്ച് പച്ചക്കറിയുടെ വേസ്റ്റ്, ചകിരി, അതുപോലെ പഴത്തൊലി, ഉള്ളിത്തൊണ്ട്. പിന്നെ ഇതിപ്പോൾ നല്ല കമ്പോസ്റ്റ് ആക്കാൻ രൂപത്തിലാണ് ഇപ്പോൾ ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ ഇതിൽ നമ്മളിനി കപ്പയുടെ കമ്പും കുത്തും പയറിൻ്റെ വിത്തും. അപ്പോൾ നമുക്കത് രണ്ടും സെറ്റായിട്ട് നന്നായി വളർന്ന് അതിൻ്റെയൊക്കെ കാലാവധി കഴിയുമ്പോൾ നമുക്കതൊക്കെ എടുത്ത് മാറ്റി ഇത് നല്ല ഇതിലെ മണ്ണെടുത്തിട്ട് നമുക്ക് വേറെ പച്ചക്കറികൾ ഗ്രോ ബാഗിൽ നടാം. ഓക്കെ, ഇതൊരു ചാക്ക് ഫുള്ള് കരിയില നമ്മളിവിടെ നമ്മുടെ മാവിൻ്റെ കരിയില കേട്ടോ. നമ്മൾ ആദ്യം അപ്പുറത്തെ പറമ്പിൽ നിന്നല്ലേ കരിയിലൊക്കെ അടിച്ചുകൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ മാവിൻ്റെ കരിയിലാണ്. ഇപ്പോൾ കരിയിലൊന്നുമില്ല, മഴയായിട്ട്. ഞാൻ മുന്നേ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാ. ടെറസ് വൃത്തിയാക്കുമ്പോൾ കിട്ടുന്ന കരിയല്ലേ. കണ്ട ഇത് നമ്മൾ ഇതിലേക്ക് ഫുള്ളും
കൊട്ടി കൊടുക്കാം. ഈ ഒരു ചാക്കിലുള്ള ഫുള്ള് നമുക്ക് അതിൽ കൊട്ടി കൊടുക്കാം. നമ്മൾ കൊട്ടി കൊടുത്തിട്ട് ഫുള്ള് നമ്മളിതിങ്ങനെ സെറ്റ് ചെയ്ത് ഇനി ഇതിൻ്റെ മേളിലേക്ക് നമ്മളിതിൻ്റെ ഇടയിൽ ചാരം ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല. ഇനി ഇതൊന്ന് അമങ്ങിയതിന് ശേഷം നമുക്ക് നല്ല ചുമന്ന മണ്ണും ചാരൊക്കെ ഇട്ട് കൊടുക്കും. അപ്പം നമുക്കിതിൻ്റെ മേലെ ഇതേ കമ്പോസ്റ്റ് ആയത് തന്നെ നമ്മളിവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഈ കമ്പോസ്റ്റ് ഉണ്ട്. ഇതിൽ നിന്ന് എടുത്ത കമ്പോസ്റ്റാണ്. ആദ്യം ഞാൻ കാണിച്ചില്ലേ, സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചില്ലേ കമ്പോസ്റ്റ്, അതാണ് ഞാനിതിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇതിൽ പിന്നാമ്പുറം കണ്ടു കഴിഞ്ഞാൽ ആകെ വൃത്തിയായിട്ട് അലങ്കോലമായിട്ട് ഇരിക്കുകയാണ്. അതൊക്കെ നമുക്ക് റെഡിയാക്കണം. നമുക്കിതിങ്ങനെ ഉണ്ട് നിരപ്പാക്കി കൊടുക്കാം. അപ്പോൾ ബാങ്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ 6:45 നമ്മൾ ഇപ്പോഴാണ് നടാൻ പോകുന്നത്. കപ്പയുടെ കമ്പ് ഇതാ അതേപോലത്തെ ചെറിയ കമ്പൻ്റെ കയ്യിലുള്ളൂ. എന്തായാലും ബിസ്മില്ലിട്ട് നടാം. ഇനിയാണ് നമ്മുടെ പയറിൻ്റെ വിത്ത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കപ്പ നടുമ്പോൾ ഇങ്ങനെ തന്നെയാണ് നട്ടത്. പയറിൻ്റെ വിത്ത് അതിൽ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന് നമ്മൾ വളം നൽകുന്നത് ഇതൊന്ന് കുറച്ച് ദിവസം അമിങ്ങിയതിന് ശേഷം ചാരും അതുപോലെ നല്ല ചുമന്ന മണ്ണും കൂടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും. നമുക്ക് ഓരോന്ന് നട്ടു കൊടുക്കും. നമുക്ക് എന്നിട്ട് ഇതിൽ പന്തലൊക്കെ കെട്ടി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കപ്പക്കും ചാരം നല്ല വളമാണ്, അതുപോലെ തന്നെ പയറിനും നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിതിൻ്റെ ഇടയിലൊക്കെ ഓരോന്ന് നട്ട് കൊടുക്കാം. പയർ പണ്ടെൻ്റെ വീട്ടിൽ പറമ്പിൽ തടമൊക്കെ എടുത്തിട്ട് പയർ കൃഷി ചെയ്തത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. ഞാനല്ല കേട്ടോ, എൻ്റെ ഉപ്പ, എൻ്റെ അമ്മായിയും അമ്മായിയുടെ ഭർത്താവും കൂടിയിട്ട്. ഞങ്ങളുടെ വീട് അപ്പുറപ്പുറമായിരുന്നു, അമ്മായിയുടെ വീടും അതുപോലെ ഞങ്ങളുടെ വീടും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പയർ കൃഷി ചെയ്തതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മണ്ണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, നമുക്ക് മുറ്റമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ അപ്പം അതില്ലല്ലോ, നമുക്കുള്ളത് കൊണ്ട് ഓക്കെ. അപ്പോൾ നമുക്കിനി ഇതിൽ കുറച്ച് ചീരയുടെ തൈ മുളച്ചിട്ടുണ്ട്. അപ്പോൾ അത് നട്ടു നോക്കാം. ഓൾറെഡി ഇതിലൊരു ചീര ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കൂമ്പൊക്കെ നുള്ളിക്കൊടുക്കാം. ഈ വിത്തിട്ടാലൊന്നും ഇപ്പോൾ ഇത് മൂത്ത വിത്താണ്, പക്ഷെ നമുക്ക് ഈ ചീരയുടെ തന്നെ കുറേ തൈകൾ മുളച്ച് വന്നിട്ടുണ്ട്. അത് പറിച്ചിട്ട് നമുക്കിതിൽ നടാം. നമ്മുടെ ഈ ഒരു പയറും കപ്പയും ഒക്കെ നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടയിലായിട്ട് ഓരോന്ന് നട്ടു കൊടുക്കാം. നമുക്ക് ഒരൊറ്റ സംഭവത്തിൽ 3 കൃഷി. 3 പറയാൻ പറ്റില്ല കേട്ടോ. ഒറ്റ ഫ്രിഡ്ജിൻ്റെ ബോഡിയിൽ ഇതാ വേറെ നമ്മുടെ ഇരുമ്പാമ്പുളിയും കൂടി നിൽക്കുന്നുണ്ട്. പിന്നെ വേറെ ചീര ഉണ്ട്. മൊത്തത്തിൽ ഇപ്പം എത്ര 2, 3, 4, 5 തരമാണ് ഉള്ളത്. അപ്പം നമ്മുടെ ഈ ചീരയുടെ തൈകൾ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് പറിച്ചിട്ട് ഇവിടെ ഞാൻ ഉള്ളി നട്ടതിൻ്റെ ആ ഒരു ഇതിലാണ് കേട്ടോ ചീരത്തൈ മുളച്ച് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ നല്ല ചാണകപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് കമ്പോസ്റ്റൊക്കെ ഇട്ടിട്ടുള്ള പോട്ടിങ് ആയിരുന്നില്ല. അപ്പോൾ അതിൽ നല്ല അടിപൊളിയായിട്ടുള്ള ചീരത്തൈകളാണ് മുളച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഉള്ളി ഓൾറെഡി അതിൽ നിൽക്കുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഈ ചീരനെ ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ട് നമുക്കതിൽ നടാം. വെച്ചാൽ നല്ല അത്യാവശ്യം നല്ല ചീരയാണെന്ന് തോന്നുന്നത്. കണ്ടിട്ട് നല്ല ഇലയുള്ള നല്ല ചീരയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ നട്ട് വളർത്തിയാൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നിറച്ചും ചീരയാണ് കേട്ടോ. ഈ ഒരു ഉള്ളിയുടെ ഇതൊക്കെ ഉള്ളി എന്ത് നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ചൊക്കെ നടാണ്ട്. ഇനി ചീരൊക്കെ പറിച്ചിട്ട് ഞാൻ അതിൽ നട്ട് കൊടുക്കണം. അപ്പോൾ ഇന്നലെ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ പയർ ഇന്നലെയാണ് ഞാൻ പയറിൻ്റെ വിത്ത് നട്ടത് കേട്ടോ. പക്ഷെ അത് ഇന്ന് മുളച്ച് വന്നിട്ടില്ല. 2 ദിവസം കഴിയുമ്പോൾ മുളക്കുമായിരിക്കും. അപ്പോൾ അതാ നമ്മളിവിടെയാണ് നടാൻ പോകുന്നത്. അപ്പോൾ എവിടെയൊക്കെ പയറിൻ്റെ വിത്ത് ഇട്ട് കൊടുത്തുന്നുണ്ട് ഒരു ഐഡിയ ഇല്ല. അത് ഇന്നലെയാണ് ഇട്ടാ ചെയ്ത് വെച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഇടയിൽ നമുക്കിങ്ങനെ ഓരോ തൈകൾ നട്ടു കൊടുക്കാം.
ഒരു 5-6 തൈകൾ നട്ട് കൊടുത്താൽ മതി. അതിന് നല്ല സൂപ്പറായിട്ട് വന്നോളും. നല്ല ഭംഗിയായിരിക്കും ഇട്ട് കാണാൻ. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പയറിൻ്റെ പന്തലിനുള്ള ഐഡിയയും കൂടി ചെയ്ത് വെക്കുന്നുണ്ട്. പയർ വലുതായി വരുമ്പോൾ ആ ഒരു പന്തലും കൂടി ആകുമ്പോൾ ഉഷാറാവും. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരട്ടെ. ഇതിൽ തന്നെ ഇപ്പം തന്നെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇത് ചുമന്ന മണ്ണാണ് കേട്ടോ. അത് നമ്മൾ തൂവി കൊടുക്കണേ ഉള്ളൂ. അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ചാരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ തൂവി കൊടുക്കുക മാത്രമേ ചെയ്യണുള്ളൂ കേട്ടോ. നമ്മൾ ആ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാമായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. കമ്പോസ്റ്റ് ആയിരുന്നല്ലോ, അത് കുറച്ചൊക്കെ കമ്പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓൾറെഡി അതൊരു നല്ല വളമാണ്. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ചെയ്തില്ല. ഇതിന് മേലെ ഞാനിത് മിക്സ് ചെയ്തിട്ട് കുറച്ചേച്ച് തൂവി കൊടുക്കണുള്ളേ. നമ്മുടെ പയറിൻ്റെ അത് മുളച്ച് വരാണ്ട്. പയറിനും കപ്പക്കും ചീരക്കൊക്കെ ഈ ഒരു മിക്സ് നല്ലതാണ് കേട്ടോ. ഈ ചാണകപ്പൊടിയും അതുപോലെ ചാരും പിന്നെ നല്ല ചുമന്ന മണ്ണും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഇങ്ങനെ വെതറിക്കൊടുക്കും. ഈ ഒരു വളം മതി നമ്മുടെ എല്ലാ പച്ചക്കറിയും നല്ല അടിപൊളിയായിട്ട് വളരും കേട്ടോ. ഇങ്ങനെ തൂവിക്കൊടുത്താൽ മതി. നമ്മൾ പയർ വിത്ത് മുളച്ച് വരാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തൂവിക്കൊടുക്കും. ഇത് നോക്കിയേ, ഇവിടെ ഇങ്ങനെ കുത്തി വെച്ചു, ഇങ്ങനെ ഇറക്കി വെച്ചു മൂലക്കലും കണ്ട. എന്നിട്ട് ഇതിൽ വേറൊരു കുഴൽ വെച്ചിട്ട് ഹൈറ്റ് കൂട്ടാം. കുറേ കുഴലുകളുണ്ട്. അപ്പോൾ നമുക്ക് ഹൈറ്റിനനുസരിച്ചിട്ട് കുഴലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ. ഈ കുഴൽ ഇതിൽ കയറില്ല കേട്ടോ. ഇനി ഇളക്കിയിട്ട് കയറ്റണ്ടേ. തൽക്കാലം നമുക്കിവിടെ 4 എന്നിട്ട് ഞാനിപ്പോൾ തൽക്കാലം ഇതിനിങ്ങനെ കയറ് വെച്ച് കെട്ടിയിടും. പിന്നെ നമ്മൾ ഹൈറ്റ് കൂട്ടണമെങ്കിലും നമുക്ക് പയറിന് പടരാനാണ്. അപ്പോൾ അത് ഹൈറ്റ് കൂട്ടണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു കമ്പില്ലേ, ഈ ഒരു കുഴലില്ല, അതിൽ വന്ന് ആ ഒരു കുഴലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വള്ളി കെട്ടിക്കൊടുത്താൽ നമ്മുടെ പയർ അങ്ങോട്ട് പടർന്ന് പൊയ്ക്കോളും. അങ്ങനെ പിന്നെ അതുപോലെ അവിടെ ഒരു കുഴലുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ പടർത്തി ഇടാം. ഓൾറെഡി അവിടെ പയർ ഉണ്ട് കേട്ടോ. പയറിൻ്റെ പന്തൽ ഉണ്ട് അവിടെ. അപ്പം ഇങ്ങനെയാണ് ഐഡിയ. ഇത് കണ്ടോ, അത് നല്ല സ്ട്രോങ് കയറാണ് കേട്ടോ. നല്ല സ്ട്രോങ് കയറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കെട്ടിക്കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇതേപോലത്തെ പഴത്തിൻ്റെ കയറുകൊണ്ട് ഞാൻ ഏച്ചു കൂട്ടി കെട്ടാറുണ്ട്. ഇപ്പോൾ പ്രാവശ്യം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ചതാണ് ഈ സ്ട്രോങ് കയർ. അപ്പോൾ അതുകൊണ്ട് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള പന്തലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ഫ്രിഡ്ജിൻ്റെ ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പച്ചക്കറികൾ ഒരുമിച്ച് തന്നെ കൃഷി ചെയ്യാം. കുറച്ച് സ്ഥലം മതിയല്ലോ അതിന്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ സൈഡിൽ ഒക്കെ വെച്ചിട്ടും ചെയ്യാം. ടെറസിൻ്റെ പൊക്കത്താണെങ്കിൽ ഒരുപാട് ഫ്രിഡ്ജിൻ്റെ ബോക്സുകൾ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഒരു പരിപാടിയും കൂടി ഉണ്ട്. ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കണം. മഴ പെയ്യോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് നനച്ചും കൂടി കൊടുക്കട്ടെ. ഞങ്ങൾക്ക് ആദ്യം ടെറസിൽ കൃഷി ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലത്തെ പൈപ്പിൻ്റെ പരിപാടി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ടാങ്ക് ഇതുപോലെ പൊക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ താഴ്ന്നിട്ട് ഇവിടെ ഇങ്ങനെ തറയിലായിരുന്നു. അപ്പം ഞങ്ങൾ അതിൽ നിന്ന് ഇങ്ങനെ കോരിയിട്ടാണ് പച്ചക്കറിയൊക്കെ നനച്ചായിരുന്നു. അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് നനയ്ക്കുക ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പോൾ ടാങ്ക് പൊക്കത്ത് വെച്ചാണ് ഞാനിതിവിടെ പൈപ്പിൻ്റെ സൗകര്യമൊക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ, വെള്ളത്തിൻ്റെ സൗകര്യം ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതേപോലെ കൃഷി ചെയ്യാൻ തുടങ്ങിയത്.